ഹായ്. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട്, ആദ്യം ഹൈലൈറ്റ് ചെയ്ത് പറയാണ്, ചിലർ വല്ലാതെ എഫേർട്ട് എടുത്ത് പഠിച്ചില്ലാറുണ്ട്. ഞാനും ആ കൂട്ടത്തിലാണെന്ന് പറയുന്നില്ല, അല്ല എന്ന് പറയുന്നില്ല. കാരണം ഒന്നാമത് ഞാൻ ഒരു ഫുട്ബോൾ ഭ്രാന്തരാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കളിച്ച് രസിച്ച് ഇതൊക്കെ അവരൊക്കെ കേട്ടറ്റിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് മുമ്പത്തെ ശനിയാഴ്ചയാണ് എന്ത് പി എസ് സി ഫയർമാൻ്റെ. ചെറുപ്പം മുതലേ ഈ ക്യൂസ് മത്സരം അങ്ങനത്തെ പ്രോഗ്രാമിനോട് താല്പര്യമുണ്ട്. അപ്പം എന്നെ ഫുള്ള് പി എസ് സിക്കായി. മാത്രമല്ല എൻ്റെ സീനിയേഴ്സൊക്കെ എന്നോട് പറഞ്ഞ് കേട്ടിട്ട് വല്ല പ്രയാസമൊന്നുമില്ല പറഞ്ഞു. പക്ഷേ ഞാൻ പി എസ് സിക്ക് വേണ്ടി ഫുൾ പ്രിപ്പറേഷനായി ഇങ്ങനെ ഒരുങ്ങി. അപ്പോൾ പി എസ് സി എക്സാം എഴുതി അൽഹംദുലില്ലാ. പിന്നെ അതിന് ശേഷം വന്നാണ്ട് കേട്ടറ്റിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് നോക്കിയപ്പം ആകെപ്പാടെ കിളി പോയി. ഫസ്റ്റിന് എന്തോ ഒരു പെഡഗോഗി എന്തോ സാധനം നോക്കിയത്. അപ്പോൾ ആകെപ്പാടെ കിളി പോയി പറഞ്ഞാൽ ആകെ പ്രതീക്ഷ വിട്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുക ഒരു ഐഡിയ ഇല്ല. ഈ സീനിയേഴ്സ് എല്ലാവരും പറഞ്ഞ് ഭയങ്കര സിമ്പിളാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഒന്നും തല കയറുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുമില്ല, ഞാൻ ഈ യൂട്യൂബ് ഫസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ പി എസ് സിന്ന് ഞാൻ പഠിച്ച പാഠം നമ്മൾ സിലബസ് പ്രകാരം പഠിക്കുക, അതിലേക്ക് പി വൈക്ക് നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന, അല്ലാതെ കുറേ ക്ലാസ് കേട്ടിട്ട് കുറേ വേറെ ചാനൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റിനെ എഡിഫിൻ്റെ ഇതാണ് എനിക്ക് ഫസ്റ്റിനെ കിട്ടിയത്. അപ്പോൾ ഞാൻ അതന്നെ ഇതാക്കി മൊത്തം ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്താണ്ട് ആ ഒരൊറ്റ ആഴ്ച കൊണ്ട് മൊത്തം കേട്ട്. പ്രത്യേകിച്ച് പിന്നെ ലാസ്റ്റത്തെ ഒരു മാരത്തൺ ക്ലാസ് 3 ഇതുണ്ടായിരുന്നല്ലോ, മൊത്തം ഇരുന്ന് കേട്ട് അൽഹംദുലില്ലാ. ആ ഒരാഴ്ച മൊത്തമായിട്ട് ഞാൻ എഡിഫിൻ്റെ കൂടെ തന്നെ. മാത്രമല്ല ഈ റിസൾട്ട് വന്നപ്പോൾ ഞാനല്ല കൂടുതൽ സന്തോഷിച്ചത്. പിന്നെ ഞാനാക്കിയ അൽഹംദുലില്ലാ എൻ്റെ മാതാപിതാക്കളാണ് സന്തോഷിച്ചത്. എൻ്റെ ഉപ്പ അപ്പം തന്നെ ഒരു സ്റ്റാറ്റസ് ഇട്ട്, എൻ്റെ മാർക്ക് ലിസ്റ്റ് കൊണ്ട് ഇപ്പോൾ സ്റ്റാറ്റസ് ഇട്ടാണ് പറഞ്ഞത് മൈ സൺ പറഞ്ഞാണ്ട്. അപ്പോൾ പ്രശംസ മൊത്തം എൻ്റെ ഉപ്പാക്കാണ്. അപ്പോൾ എനിക്കല്ല സന്തോഷം. അപ്പോൾ ഉപ്പാൻ്റെ മുഖത്തൊക്കെ ഉപ്പാൻ്റെ മുഖത്തുനിന്ന് കണ്ണീര് അത് എനിക്ക് സമ്മാനിച്ച എഡിഫിന് എന്നും എൻ്റെ ഹൃദയത്തിൽ കൃതജ്ഞത ഉണ്ടായിരിക്കും.